സൗദി അറേബ്യയിലെ ഈസ്റ്റേൺ പ്രവിശ്യയിൽ നിരവധി ചരിത്ര കേന്ദ്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഉഖൈർ എന്ന പ്രദേശം. പൗരാണികമായി വാണിജ്യത്തിന് പേരുകേട്ട കേന്ദ്രം കൂടിയാണിത്. നമ്മുടെ അടുത്ത യാത്ര ഉഖൈറിലേക്കാണ്. ചരിത്രപരമായി ഏറെ സമ്പന്നമാണ് സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യ. സമ്പന്ന ഭൂതകാലത്തിന്റെ സജീവമായ അടരുകളാണ് ഈ ഭൂപ്രദേശം മുഴുവൻ. ഇത് ഉഖൈർ എന്ന ചരിത്ര സമ്പന്നമായ പ്രദേശം. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പോയ കാല ഓർമ്മകളിൽ ആർക്കും വിസ്മരിക്കാൻ വയ്യാത്ത പ്രദേശം. ദമാമിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ താണ്ടി വേണം ഉഖൈറിൽ എത്താൻ. BC അവസാന വർഷം വരെ അൽ അജീർ എന്ന ഗോത്ര ജനതയുടെ കേന്ദ്രമായിരുന്നു ഇവിടം. അതുകൊണ്ടാണ് സ്ഥലം അൽ ഉഖൈർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ഒരു പോർട്ടിലാണ് ആദ്യമായി കസ്റ്റംസ്, അതോടൊപ്പം തന്നെ വെയർ ഹൗസിങ്, അതോടൊപ്പം മറ്റ് സൗകര്യങ്ങളൊക്കെ പോർട്ടുപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സംവിധാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പുരാതനമായ ആ കാലഘട്ടത്തിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ സംവിധാനിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പോർട്ടിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. സാധാരണ മരുഭൂ നഗര ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഉഖൈർ. 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട പ്രദേശം, മനോഹര തീരം. മുൻപ് കാലത്ത് അറബ് കച്ചവട സംഘങ്ങൾക്ക് ഉഖൈർ നൽകിയ ആഹ്ലാദം ചെറുതല്ല. ഗൾഫിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ നല്ലൊരു തുറമുഖമായി അവർ ഉപയോഗിച്ച നഗരം കൂടിയാണിത്. BC അവസാന വർഷം നിർമ്മിച്ചതാണ് കോട്ട. സമ്പന്ന ഭൂതകാലത്തിന്റെ നഷ്ടപ്രതീകമായി കോട്ട ഇതാ നമുക്ക് മുന്നിൽ. സാധാരണ ഒരു കോട്ടയുടെ ലക്ഷ്യമായിരുന്നില്ല ഇതിന്. അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു ഒരു കാലത്ത് ഇവിടം. 1000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ, ചൈന, പേർഷ്യ എന്നീ രാജ്യങ്ങളുമായി ഉഖൈർ കേന്ദ്രമായി നടന്ന കച്ചവടം വിപുലമായിരുന്നു. അതിന്റെ വിലപ്പെട്ട രേഖകൾ ഇന്നും സൗദി അറേബ്യൻ പുരാവസ്തു വിഭാഗം ഭദ്രമായി സൂക്ഷിക്കുന്നു. കച്ചവട സാമഗ്രികൾ സംഭരിച്ച വെയർഹൌസ്, കസ്റ്റംസ് വിഭാഗം, ലോജിസ്റ്റിക് വിഭാഗം എന്നിവ കൂടി അടങ്ങുന്നതാണ് ഉഖൈർ കോട്ട. ആധുനിക സൗദിയുടെ ഏകീകരണത്തിന് മുന്നിൽ നിന്ന് കിങ് അബ്ദുൾ അസീസും ബ്രിട്ടീഷ് അധികൃതരും തമ്മിൽ ഉടമ്പടി കരാർ ഒപ്പുവെച്ചതും ഇതേ കോട്ടയിൽ. ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി കോട്ടയും പ്രദേശവും തുറന്നിട്ടിരിക്കുകയാണ്. ആധുനിക അറേബ്യയുടെ ചരിത്രത്തിലും ഉഖൈർ എന്ന സ്ഥലത്തിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. 923 ഇവിടെ നടന്ന ഉഖൈർ സമ്മേളനം എന്നറിയപ്പെടുന്ന സമ്മേളനത്തിലാണ് ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളുടെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പലതിൻ്റെയും അതിർത്തികൾ തീരുമാനിക്കപ്പെടുന്നു. കോട്ടയുടെ ചുറ്റുമായി തീരത്തോട് ചേർന്ന് കച്ചവട സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നു. അതോടെ സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചു. പോയ വർഷം മുതൽ സൗദി ടൂറിസം വകുപ്പ് പ്രവിശ്യയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള യാത്രാ പദ്ധതിയിലും പ്രാധാന്യപൂർവ്വം ഉൾപ്പെടുത്തി. അതിനും മികച്ച പ്രതികരണമാണുള്ളത്. പഴമയുടെ ഈടുവെപ്പുകൾ അത്ര ചെറുതല്ലെന്ന് പുതുതലമുറയും തിരിച്ചറിയുകയാണിപ്പോൾ. വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി.